സത്യേട്ടാ, ഈ പാറ പൊളിച്ചു കൊണ്ടുവന്ന കല്ലോണ്ടാന്ന് സത്യേട്ടന്റെ വീടിന്റെ തറ കെട്ടിയെന്നില്ല കാര്യം സത്യേട്ടൻ മറക്കണ്ട. ഒരു കാര്യം പറയണതിന്റെ ഇടയിൽ കിണികിണി എന്നുള്ള വർത്തമാനം എന്താണ് 14 മിനിറ്റുകൾ പിന്നിട്ടിരിക്കുന്നു. ഫ്ളാറ്റ് ഇനിയും തകർന്നിട്ടില്ല. നാവികസേനയുടെ അനുമതിക്കായി കാത്തു നിൽക്കുകയാണെന്നാണ് ഇപ്പോൾ കിട്ടിയ വാർത്ത. അങ്ങനെയാണെങ്കിൽ ഇനിയും കുറച്ച് സമയം കൂടി നമ്മൾക്ക് കാത്തിരിക്കേണ്ടി വരും. ഇവൻ പൊട്ടനാട്ടോ പോയി. ഫ്ലാറ്റ് പൊളിഞ്ഞ് വിവരം ഓൻ അറിഞ്ഞില്ല. ഓ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടല്ലേ വർത്താനം പറഞ്ഞേ. എടാ പൊട്ട, ഫ്ലാറ്റ് പൊളിഞ്ഞ് അങ്ങോട്ട് തിരിഞ്ഞു നോക്കടാ. അയ്യോ പൊളിഞ്ഞ, ഞാൻ കണ്ടില്ല. സ്മൈൽ ടിവിക്ക് വേണ്ടി ദാക്ഷായനിയുടെ കക്കൂസിൽ നിന്നും ക്യാമറമാൻ അരുൺ ഗോപിനാഥിനോടൊപ്പം ന്യൂട്ടൺ. ഈ പൊട്ടൻ കഴുതിയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അതെ, പൊളിക്കടാ, എല്ലാം പൊളിക്കും. കായലിലേക്ക് കയ്യേറി നിൽക്കുന്ന എല്ലാം പൊളിക്കും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ സത്യേട്ടാ, ഈ കായലിലേക്ക് തള്ളി നിൽക്കണല്ലേ ഈ പാലം കൊണ്ട് പൊളിക്കട്ടെ. പാലം പൊളിച്ചാൽ നമുക്ക് തിരുവനന്തപുരത്തേക്ക് വേണ്ടേ? അപ്പൊ എന്താട്ടോ അപ്പൊ പൊളിക്കാൻ പറ്റില്ല. അപ്പൊ പൊളിക്കാൻ പറ്റില്ല. അതുപോലെയല്ല, ഇത് പൊതുജനത്തിന്റെ ആവശ്യത്തിനുള്ളതാണ്, മറ്റേതല്ല. അത് കട്ടിട്ട് മുടിച്ചുണ്ടാക്കിയ പൈസ ഉണ്ടോ സത്യേട്ടാ? നിങ്ങളെ പ്രശ്നം ഇപ്പൊ കായൽ നേർച്ചൊന്നല്ല, നിങ്ങൾക്ക് അസൂയാണ്. പിന്നെ സുഖ സൗകര്യമായിട്ട് ആൾക്കാർ താമസിക്കുന്നതിന്റെ അസൂയാണ്. സുഖ സൗകര്യമായിട്ട് താമസിക്കാൻ എന്തിനാ ഇത്രയും വലിയ ഫ്ലാറ്റ്, ആഡംബര ഫ്ലാറ്റ്? നീ താമസിക്കണില്ലേ? ഞാൻ താമസിക്കണില്ലേ? പൈസക്കാർ അങ്ങനെയൊക്കെ താമസിക്കൂ. ഈ പൈസ എങ്ങനെ ഉണ്ടായി? അതല്ല ഞാൻ പറഞ്ഞത്, കട്ടിട്ട് മോഷ്ടിച്ചുണ്ടാക്കിയ പൈസയാണ്. എല്ലാരും കട്ടിട്ട് മോഷ്ടിച്ചിട്ടൊന്നല്ല, അത് പറയരുത് സത്യേട്ടാ. ഈ ഫ്ലാറ്റ് ഇങ്ങനെ തകർന്നു പോകുമ്പോ മനസ്സിനൊരു സങ്കടം. അയ്യോ, എന്തിനു സങ്കടം? അല്ല, അതുണ്ടാവും സത്യേട്ടാ. ഒരു തകർച്ച കാണുമ്പോ ഇങ്ങനെ സന്തോഷിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒന്നാമതെന്താ വെച്ചാൽ നമ്മളെ ശീതളേട്ടനൊക്കെ ഫ്ലാറ്റ് ഉണ്ട് അതിൻ്റെ അകത്ത്. ഇതാണ് ഞാൻ പറഞ്ഞതേ. എടാ, ഓൻ ഇവിടെ എവിടെയെങ്കിലും ഉള്ള പൈസക്ക് സ്ഥലം വാങ്ങിച്ചു ഇവിടെ വീട് വെച്ചാൽ പോരെ. എന്തിനാണ് അവിടെ പോയിട്ട് ഫ്ലാറ്റ് വാങ്ങിയത്? ഞാൻ പറഞ്ഞ അഹങ്കാരാണ്. പിന്നെ മറ്റേ പൈസയാണ് കിമ്പളം. പിന്നെ പോവാതിരിക്കുവോ? ഏതായാലും സത്യം നമ്മളിവിടെ കണ്ടില്ലേ. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ബാക്കി ടി വിയിൽ പോയിട്ട് കാണാം. ഈ ബോംബ് പൊട്ടാൻ വൈകിയതിന്റെ എന്താണ് സമയം വൈകിയതെന്നൊക്കെ അവര് മറ്റേ സ്കെച്ചൊക്കെ വരച്ചിട്ടൊക്കെ കാണിക്കും. സത്യേട്ടന്റെ കാഴ്ചപ്പാട് രാജ്യത്തിന്റെ പരിസ്ഥിതി രാഷ്ട്രീയ ചരിത്രത്തെ ഈ നിമിഷം രേഖപ്പെടുത്തും. ആകാംക്ഷയും വിസ്മയവും കണ്ണീരും ഇടകലർന്ന നിമിഷങ്ങൾ. ടി വിയിൽ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്? ആളുകൾ തന്നെ അങ്ങ് ആഘോഷിക്കുകയാണ്. അച്ഛനും തന്നെ നേരം വെളുക്കുമ്പോട്ട് വൈകുന്നേരം വരെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്കത് കണ്ട് സഹിക്കാതെ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്. ഗൾഫിൽ കിടന്ന് അധ്വാനിച്ച സമ്പാദ്യം മുഴുവൻ, അതും പോരാഞ്ഞ് അവളുടെ കാതിലും കഴുത്തിലും കിടന്ന് മുഴുവൻ ഉരി വിറ്റു. എന്നിട്ട് ലോൺ കൊടുത്തിട്ട് വാങ്ങിയ ഫ്ലാറ്റാണ് ഞാനത്. അങ്ങനെ ഒരു ഫ്ലാറ്റ് വിളിക്കുമ്പോഴാണ് ആൾക്കാർക്കൊക്കെ ഒരു കൗതുകല്ലേ. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതാ, ഈ ഫ്ലാറ്റ് വേണ്ട, കുറച്ച് സ്ഥലം വാങ്ങി ഒരു വീട് വെക്കാൻ. നീ സമ്മതിച്ച? ഇല്ല. അച്ഛൻ്റെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ ഓരോ ഫ്ലാറ്റ് മേടിക്കണമെന്ന് കേട്ടപ്പോ ഒരു മോഹത്തിന് ഇങ്ങനെയൊക്കെ വരുന്നു. ഇപ്പൊ നമ്മള് വരുമോ? ആ സുഖേട്ടൻ കൊണ്ട് പോരൂ. വാ വാ. എന്തായി സുഖേട്ടാ കാര്യങ്ങളൊക്കെ? ഒരു 16 സെന്റ് സ്ഥലമുണ്ട്. എവിടെയത്? 2000 സ്ക്വയർ ഫീറ്റ് വീട്. നല്ല ചുളു വിലക്ക് നമുക്ക് കിട്ടും. അത് നോക്കിയാലോ? എന്നാ പിന്നെ പോയി നോക്കുക. അത് നമ്മുടെ വൈക്കം കായലിന്റെ അടുത്താ. എന്താ സുഖേട്ടാ, കായലിന്റെ അരികിലുള്ളൊന്നും ഇനി വേണ്ട. ഇത് പഞ്ചായത്തിലെ കരടക്കണ ഭൂമിയാണ്. എല്ലാ പേപ്പറും ക്ലിയറാ. പിന്നെ എന്താ പേടിക്കാനുള്ളത്? ഇതുപോലെ എല്ലാ പേപ്പറുകളുള്ള ഫ്ലാറ്റാണല്ലോ ഇവൻ വാങ്ങിയത്. എന്നിട്ട് എന്തായി? എന്റെ പൊന്നു സുഖേട്ടാ, റോഡിന്റെ അരികും വേണ്ട, തോടിന്റെ അരികും വേണ്ട, കായലും വേണ്ട, കടലും വേണ്ട. എനിക്ക് സമാധാനമായിട്ട് എവിടെയെങ്കിലും ഒന്ന് ജീവിച്ചാൽ മതി. ഇവിടുന്ന് കുറച്ച് ഉള്ളിലേക്ക് എവിടെയെങ്കിലും പോയിട്ട് മരണം വരെ കിടക്ക ഒരു സ്ഥലം കിട്ടും എനിക്ക്. അതെ, ഇപ്പൊ നമ്മൾ നമ്മുടെ സൗകര്യത്തിനൊക്കെ പറയും. കുട്ടികൾ വളർന്നു വരില്ലേ, അവരുടെ സൗകര്യം നമ്മൾ നോക്കണ്ടേ? ഇപ്പോൾ ഉള്ള സൗകര്യമൊക്കെ മതി. അതിലും കൂടുതൽ സൗകര്യമായാലേ പിന്നീട് അത് ഒരു അസൗകര്യമായിട്ട് മാറും. സമ്പാദിച്ചുണ്ടാക്കിയവനായി നഷ്ടപ്പെടുമ്പോൾ വിഷമം ഉണ്ടാവുള്ളൂ. അല്ലാത്തവർക്കേ ഫ്ലാറ്റ് വിളിക്കുമ്പോൾ കൈയൂട്ടിച്ചിരിക്കാം.